ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ എത്തിയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്, ഒരു സ്വീറ്റായിട്ടാണ് ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന്. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാം നമുക്ക് രണ്ടായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് റവ യൂസ് ചെയ്ത് ഉണ്ടാക്കാം, അതുപോലെ നമുക്ക് ബ്രെഡ് യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. ബ്രെഡാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 6 പീസ് ബ്രെഡാണ്. അതിൻ്റെ സൈഡ്സൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സൈഡ്സ് കട്ട് ചെയ്ത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകം നല്ല വൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് കട്ട് ചെയ്യാതെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് വേണ്ടത് ഷുഗറാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലാണ് വേണ്ടത്. പാൽ നമുക്ക് അല്പം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ ഇതുണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ബ്രെഡ് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം പാലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാല് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വളരെ കുറച്ച് പാല് മാത്രമേ ചേർക്കാവുള്ളൂ, കാരണം ഇത് വേവാനൊക്കെ പാട് വരും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പാല് മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യാവുള്ളൂ. പാലിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് വരാനൊക്കെ പാടായിരിക്കും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ പുട്ടിൻ്റെ ഒക്കെ മാവ് നമ്മൾ എങ്ങനെ എടുക്കുന്നോ അതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ യൂസ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബൗൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാൻ നമ്മുടെ ബ്രെഡും പാലും കൂടെ കുഴച്ചത് നല്ല ചെറിയ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്യാനിടാം. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയില് നല്ല ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഇത് ഓരോന്ന് ഇളക്കി കൊടുക്കാം. ഫുള്ള് നല്ലതായിട്ട് പ്രസ് ചെയ്ത് നമ്മൾ ഇളക്കണ്ട, കാരണം അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഓയിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് നമ്മുടെ ബോൾസ്. ഇത് ഒത്തിരി അങ്ങ് ഫ്രൈ ആവണ്ട, നമുക്ക് കുറച്ചൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. ഒത്തിരി അങ്ങ് ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനും അത്ര നല്ലതായിരിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബ്രൗൺ വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. നമുക്കിത് കോരി മാറ്റാം. ഇനി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് അത്യാവശ്യം. ബാക്കിയുള്ള ബോൾസ് കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോൾസ് വറുത്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കണം. ഷുഗർ സിറപ്പ് നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 1/2 കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഈ ഷുഗർ ഇതിനകത്ത് നന്നായിട്ട് ലയിച്ച് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം. ഒത്തിരി അങ്ങ് കുറുകി പോകേണ്ട ആവശ്യമില്ല. ഷുഗറിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലേക്കൊന്ന് ലയിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വാങ്ങാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടാണ്. ആ ചൂടോട് കൂടി ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ഈ ചൂടിൽ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ബോൾസ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഷുഗർ സിറപ്പ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യണം ഈ ബോൾസിന്. അതുകൊണ്ടാണ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഒരു 30 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഷുഗർ സിറപ്പ് ഈ ബോളിലേക്ക് നല്ലതായിട്ടൊന്ന് പിടിച്ച് ആ ബോള് ആ ഷുഗർ സിറപ്പ് ഒന്ന് അബ്സോർവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബോൾസിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബോൾസ് ശരിക്കും ഷുഗർ സിറപ്പ് അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ബ്രെഡിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പഞ്ചസാരയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ